പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കിയ ബിരിയാണി പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കണ പോലെ പെരുന്നാളിൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന വെച്ച പൂത്തിരി ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് 3-4 ദിവസമാണ് ഞങ്ങൾ കത്തിക്കുന്നത്. ഇത് ഞങ്ങളെ കണ്ണിപ്പെടാതെ പോയതാണോ അതോ എൻ്റെ അമ്മച്ചെടുത്ത് മാറ്റി വെച്ചതാണോ എന്നറിയില്ല. ഇപ്പോഴാണ് ഞങ്ങൾ കൈ കിട്ടുന്നത്. പുറകിലൊരാൾക്ക് പൂത്തിരി കത്തിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയായതുകൊണ്ട് വാതിലിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്താ ചെയ്യുക, ഞാനും ലില്ലിയും കൂടെ ഒപ്പം പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ എൻ്റെ മാത്രമേ കത്തിയുള്ളൂ. ഈ പൂത്തിരി കത്തിക്കഴിഞ്ഞാൽ എന്തിനാണ് എല്ലാവരും വട്ടത്തിൽ കറക്കണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ചതുരത്തിലോ ത്രികോണത്തിലൊക്കെ കറക്കിക്കൂടെ? എന്തിനാണ് എല്ലാവരും വട്ടത്തിൽ തന്നെ കറക്കണേ? ഞാനും എന്താണെങ്കിലും പതിവ് തെറ്റിച്ചില്ല, വട്ടത്തിൽ തന്നെ കറക്കി. പക്ഷെ കുട്ടൻ പൂത്തിരി കത്തിക്കാനായിട്ട് അടുത്തേക്ക് വന്നു. പക്ഷേ പൂത്തിരി കത്തണ കണ്ടപ്പോൾ കണ്ടോ പുറകിൽ അങ്ങനെ പോയി. പിന്നെ ലില്ലി കുറേ നേരം കറക്കി, വീണ്ടും കെട്ടു, വീണ്ടും കത്തി, വീണ്ടും കെട്ടു. അങ്ങനെ ഒരു പ്രത്യേക തരം മാജിക് പൂത്തിരിയായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. കറക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉമ്മച്ചി നാളെ വരുമ്പോൾ എന്താണെങ്കിലും 10 പൂത്തിരി കൊണ്ടുവരണം, നമുക്ക് ദിവസവും 10 പൂത്തിരി വെച്ച് കത്തിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ, നാളെ മുതൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഞങ്ങളങ്ങനെ മെഴുകുതിരി